ഒരു കടും ചായ കുടിച്ചാണ് സൂര്യനും രാവിലെ എത്തുന്നത് എന്ന് തോന്നും കൊളുക്കുമലയിലെ പ്രഭാതം കണ്ടാൽ. നീലമലകൾക്ക് മേലെ ചെഞ്ചായം പൂശിയെത്തുന്ന ആ പുലരി കാണാൻ ഒരു ജീപ്പ് യാത്ര വേണം. മലയുടെ മുകളിൽ ടെന്റിൽ താമസിക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഓർഗാനിക് ചായത്തോട്ടത്തിലേക്ക്. മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിയിലേക്ക് തേയിലത്തോട്ടത്തിനിടയിലൂടെ. സൂര്യനെല്ലി കവലയിൽ നിന്ന് നാം മുകളിലോട്ട് പോകുന്നു. ഇനി കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര. തേയില കൊണ്ടുള്ള ഒരു കടലിന് നടുവിലൂടെയാണ് ആ ചെറിയ വഴി. എങ്ങോട്ട് നോക്കിയാലും അലകൾ ഉയർത്തുന്ന പച്ചപ്പാണ്. പകൽ തന്നെ തണുപ്പുണ്ട്. മൂന്നാറിന് തന്നെ 5000 അടി ഉയരമുണ്ട്. കൊളുക്കുമല പിന്നെയും 2500 അടി ഉയരത്തിലാണ്. അപ്പോഴറിയാമല്ലോ കാലാവസ്ഥ എങ്ങനെയുണ്ടാകുമെന്ന്. വഴി ദേ ഇങ്ങനെയാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകൾ, ഇടുങ്ങിയ വഴി. 4 വീൽ ഡ്രൈവ് വാഹനം മാത്രമേ ഇതുവഴി സുഗമമായി പോകൂ. സന്ധ്യയാകുമ്പോൾ താഴെ നിന്ന് മഞ്ഞ് കയറി വരുന്നത് കാണാം. നാം ഇതാ കൊളുക്കുമലയുടെ അടുത്തെത്താനായി. ആ കൂർത്തു കാണുന്ന മലയിലെ അതിനപ്പുറമാണ് നമ്മുടെ കൊളുക്കുമല എസ്റ്റേറ്റും ഫാക്ടറിയും. ഫാക്ടറിയിൽ എത്തുന്നതിന് മുമ്പ് വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു ചെറു കുന്നുണ്ട്. അവിടെയാണ് നമുക്കുള്ള ടെന്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. നീലാകാശത്തിന് താഴെ ക്യാമ്പ് ഫയർ ഇട്ട് മുകളിലെ മരങ്ങളിൽ കാറ്റുപിടിക്കുന്ന ശബ്ദം കേട്ട് കഥകൾ പറഞ്ഞ് പാട്ടുപാടി ഒരു രാവുറങ്ങാം. നോക്കൂ, യാതൊരു പൊടിപടലങ്ങളുമില്ലാത്ത ആകാശത്തു നിന്ന് ക്ഷീരപഥം നിങ്ങളെ നോക്കി നിൽക്കും. ടെന്റിനുള്ളിലെ സ്ലീപ്പിംഗ് ബാഗിലേക്ക് ചുരുണ്ടുകൂടി കിടന്നാലും തണുപ്പ് അരിച്ചു കയറി വരും നിങ്ങളെ തേടി. അതിരാവിലെ അലാറം വെച്ചാണെങ്കിലും ഉണരണം. അതിന് കാരണമുണ്ട്. ഈ പ്രഭാത കാഴ്ച മറ്റെവിടെയും കിട്ടുകയില്ല. പുലരിയുടെ കാഴ്ചകൾ തുടങ്ങുകയായി. കുറച്ചുകൂടി കാത്തിരുന്നാൽ സൂര്യൻ മലയുടെ മറവിൽ നിന്ന് ഒളിച്ചുകളി അവസാനിപ്പിക്കുന്നത് കാണാം. നീലമലകൾ, ഉത്സാഹമുണർത്തുന്ന തേയിലച്ചെടികളുടെ പച്ചപ്പ്, എല്ലുകിടുക്കുന്ന തണുപ്പ്, ചെറുമഞ്ഞിന്റെ തലോടൽ. ആഹാ, എന്തൊരു ഉന്മേഷം എന്ന് നാം അറിയാതെ പറഞ്ഞു പോകും. ഇനി മലനിരകളുടെയും സൂര്യന്റെയും നിറം മാറി വരുന്നത് കാണാം. ആകാശത്തിലെ കട്ടൻ ചായയുടെ നിറം മാറിക്കഴിഞ്ഞു. ഉന്മേഷത്തിന്റെ ചെഞ്ചായത്തിന് പകരം നീലനിറത്തിന്റെ വിശുദ്ധിയാണിപ്പോൾ മലനിരകൾക്ക്. തിരികെ ഈ വഴിയിലൂടെ നമുക്ക് ടെന്റിനടുത്തേക്ക് പോകാം. ഇവിടെയാണ് നാം താമസിച്ചത്. ആ കെട്ടിടത്തിലാണ് ആഹാരം വയ്ക്കുക. ടെന്റിൽ നിന്നിറങ്ങി വലത്തോട്ട് നടന്നാൽ അതിസുന്ദരമായ താഴ്വര കാണാം. തമിഴ്നാടിന്റെ ടോപ്പ് സ്റ്റേഷനാണ് അടുത്ത മല. ആ മലയിൽ ചില വരകൾ കാണുന്നുണ്ടോ? മുൻപ് തമിഴ്നാട്ടിലേക്ക് തലച്ചുമടായി തേയില കൊണ്ടുപോകാനുണ്ടാക്കിയ വഴിയാണത്. ഇനി നോക്കാം കൊളുക്കുമലയുടെ സ്ഥാനം. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കൊളുക്കുമല. നമ്മുടെ ടെന്റിനടുത്തു നിന്ന് വീണ്ടും താഴേക്കിറങ്ങണം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഓർഗാനിക് തേയിലത്തോട്ടം എന്ന ബോർഡ് ഇവിടെ കാണാം. 90 വർഷം പഴക്കമുള്ള ആ ഫാക്ടറിയിലേക്ക് നടക്കാം. 3 നിലകൾ. തകരവും മരവും കൊണ്ടാണ് നിർമ്മാണം. 3 നിലകളും നടന്നു കണ്ടാലേ തേയിലപ്പൊടി നിർമ്മാണ രീതികൾ അറിയൂ. കമ്പനിയുടെ ഒരു തൊഴിലാളി നമുക്ക് ഗൈഡായി വരും. 1930 സ്ഥാപിച്ച പഴയ മെഷീനുകൾ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത്. അതിശയമാണ് ആ എഞ്ചിനീയറിംഗ്. 3-ാം നിലയിൽ നിന്ന് തേയിലക്കൊളുന്തുകൾ ടണലിലൂടെ 2-ാം നിലയിലെ യന്ത്രങ്ങളിലേക്ക് എത്തുന്നു. പനത്തടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാർഷൽസ് മെറ്റാലിക് ടീ റോളർ എന്ന് രേഖപ്പെടുത്തിയ ഫലകം ഗൈഡ് നമുക്ക് കാണിച്ചു തരും. മരുന്നടിക്കാത്ത തേയില ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ തയ്യാർ ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് കൊളുക്കുമല പ്രസിദ്ധമാകുന്നത്. ഇനി ഈ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം. യന്ത്രങ്ങളുടെ ശബ്ദവും ഒന്ന് കേൾക്കാം. സഞ്ചാരികൾക്കും ഈ തേയില നിർമ്മാണ രീതിയിൽ പങ്കാളികളാകാം കേട്ടോ. കൊളുക്കുമലയിലെ ചായപ്പൊടി നിർമ്മാണം അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ 3 മണിക്കൂർ തേയിലപ്പൊടി ഇട്ടുവയ്ക്കും. നല്ല നിറം കിട്ടാനാണിത്. ഈ അറയ്ക്കുള്ളിലെ തണുപ്പ് ഈ ഭിത്തിയിൽ തൊട്ടാൽ അറിയാം.
ഫാക്ടറിക്കുള്ളിലെ ഓരോ തൂണിലും ബ്രിട്ടീഷ് പാരമ്പര്യം കാണാം. ചിമ്മിനി പോലും പഴയതാണ്. പല വലുപ്പത്തിലുള്ള തരികളെ അഴിച്ചുമാറ്റി വെവ്വേറെയാക്കാനാണ് ഈ യന്ത്രം. കടയിൽ നിന്നൊരു പാക്കറ്റ് തേയില വാങ്ങി കവറിലിടുമ്പോൾ ഇത്തരം പ്രവൃത്തികളിലൂടെ കടന്നെത്തിയ തരികളാണ് ഇവയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇങ്ങനെ അവസാനം നല്ല ചായപ്പൊടിയായി ഇവിടെ ലഭിക്കും. ഇനി തിരിച്ചു പോകാം. ഈ മലയുടെ അപ്പുറത്താണ് മീശപ്പുലിമല. താഴെയാണ് നമ്മുടെ കൊളുക്കുമല ഫാക്ടറി. ഇവിടെയുള്ള തേയിലകളിൽ 30% ആദ്യകാലത്തുള്ളതാണെന്ന് പറയപ്പെടുന്നു. കൂർത്തുമൂർത്ത ആ മലയുടെ അറ്റത്ത് വെയിൽ തട്ടുന്നതും മേഘശകലങ്ങൾ പാറിക്കളിക്കുന്നതും കണ്ട് വീണ്ടും കുലുങ്ങിയുള്ള യാത്ര. ഓരോ തൊഴിലാളികളും ശ്രദ്ധയോടെ തേയിലക്കൊളുന്തുകൾ നുള്ളുകയാണ്. തൊഴിലാളികളുടെ 90 വർഷം മുമ്പത്തെ ജോലി രജിസ്റ്റർ ഇപ്പോഴും ഫാക്ടറിയുടെ ടീ ഔട്ട്ലെറ്റിലുണ്ട്. ആ പഴക്കത്തിനൊപ്പമാണ് രാവുറങ്ങിയതെന്ന് ആലോചിച്ച് സന്തോഷത്തോടെയാണ് ഓരോ സഞ്ചാരിയും കൊളുക്കുമല ഇറങ്ങുക. സൂര്യനെല്ലിയിൽ നിന്ന് ട്രിപ്പ് ജീപ്പുകൾ വാടകയ്ക്കെടുക്കാം. കൊളുക്കുമല എസ്റ്റേറ്റിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാൽ സ്വന്തം വാഹനവും കൊണ്ടുപോകാം.